ഹലോ ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ സ്വന്തം പെൻറ്റ ബ്ലോഗറാണ്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഇവിടുത്തെ റബീഉൽ അവ്വൽ 12-ൻ്റെ പ്രോഗ്രാംസിനെ കുറിച്ചാണ്. റബീഉൽ അവ്വൽ തുടങ്ങുന്നതിന് മുമ്പുള്ള ജാഥ മുതൽ നമ്മുടെ റബീഉൽ അവ്വലിന് വിരുന്ന് കൊടുക്കുന്നവരെയുള്ള ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് എല്ലാവരും നമ്മുടെ കൂടെ കൂടിക്കോളി. അപ്പോൾ ഈ കാണുന്ന ജാഥയാണ് നമ്മുടെ റബീഉൽ അവ്വലിൻ്റെ ഫസ്റ്റ് ഉണ്ടാവുക. റബീഉൽ അവ്വൽ തുടങ്ങുന്നതിന് 3 ദിവസം മുമ്പാണ് നമ്മുടെ ഈ ജാഥ പുറപ്പെടുന്നത്. നമ്മുടെ ഇവിടുത്തെ ജമാഅത്ത് പള്ളിയിൽ നിന്ന് മുമ്പുമൂല തങ്ങളുടെ സാറത്തിൽ നിന്ന് തുടങ്ങി അവിടുത്തെ അവസാനിക്കുന്ന രീതിയിലാണ് നമ്മുടെ ജാഥ നടക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മുടെ റബീഉൽ അവ്വൽ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടി. ഈ സെക്ഷനാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ, ജാഥ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് നമ്മൾ മദ്രസയിൽ നിന്ന് എല്ലാ വീടുകളിലേക്കും ജാഥയായിട്ട് പോകലാണ് പതിവ്. ഇവിടെ പോയിട്ട് ദുആവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഓരോ വീട്ടിലേക്കും ജാഥ നമ്മൾ പോയി അവിടെ നിന്ന് ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വീക്ഷിക്കാം. ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ട് എല്ലാ വീടുകളിലേക്കും പോയി നമ്മൾ ഇത് ചെയ്യണതാണ് രണ്ടാമത്തെ പരിപാടി. ഇത് റബീഉൽ അവ്വൽ 10 വരെ നമ്മൾ ഈ പരിപാടി ഈ ജാഥ വീടുകളിലേക്ക് പോകും. അത് കഴിഞ്ഞതിന് ശേഷം 11-ന് ഫ്രീ ആണ്, സ്റ്റേജ് പരിപാടിയിലേക്കാണ് കിടക്കുക. അപ്പോൾ ഇത് നമുക്കൊന്ന് വീക്ഷിക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അദ്ദേഹത്തിന്റെ ഖൽബിലെന്താണോ ചെറിയ ഹലാലായ മുറാദ്, ഈ സദസ്സിന്റെയും ഒരുമിച്ച് കൂടലിന്റെയും ബർക്കത്ത് കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റ മുഹബ്ബത്തിന്റെ ബർക്കത്ത് കൊണ്ട് അവിടെ മുറാദ് പെട്ടെന്ന് ഹാസിലാക്കി. ഈ കാണുന്നതാണ് നമ്മുടെ സ്പെഷ്യൽ സെക്ഷനായിട്ട് പറയുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 12-ന് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയപ്പോഴാണ് പതിവ്. അപ്പോൾ ഈ സെറ്റ് ചെയ്തെടുത്ത സാധനം നമ്മൾ കണ്ട GI പൈപ്പ് വെച്ച് കെട്ടി ഇതിലേക്ക് കെട്ടില്ലേ, അതിലേക്ക് നമ്മൾ കയറ്റി സെറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം നിന്ന് അയക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ പരിപാടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന നമ്മളവിടെ സ്ഥലങ്ങളൊക്കെ 11-നാണ് ഇത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളും നമ്മൾ വൃത്തിയാക്കി സെറ്റാക്കി ഇരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ട ആളുകൾ കയറ്റുന്നുണ്ട്, അത് അങ്ങനെയാണ് നമ്മൾ കയറ്റുക. അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്ത് ഒരു പന്തൽ പോലെ ആക്കി എടുക്കലാണ് പതിവ്. തുടർന്നുള്ള വീഡിയോസ് നമുക്ക് കണ്ടിട്ട് വരാം. ഈ കാണുന്ന പന്തലിലാണ് നമ്മുടെ 40 ചെമ്പ് ഒറ്റ ഫ്ലോപ്പിൽ ഒരേ സമയത്ത് 40 ചെമ്പ് കയറ്റിയിട്ടാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക. ഇതാണ് നമ്മുടെ പന്തൽ. അപ്പോൾ ഈ കിടുകൾ ഇഷ്ടംപോലെ ഒരു 4 മദ്രസക്കാരും കൂടിയിട്ടാണ് ഇവിടെ ചെയ്യണത്. അപ്പോൾ 4 മദ്രസക്കാരും കൂടിയിട്ടുള്ളതുകൊണ്ട് അവരെല്ലാവരും ഒരേ രീതിയിൽ ഇപ്പോൾ 200 കിടുവാണ് എടുക്കുന്നത്, എല്ലാവരും 200 കിടു എടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇത് നമ്മൾ എല്ലാ പരിപാടി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ദിവസം നമ്മൾ ക്ലീനിങ്ങിന് അവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കലാണ് പതിവ്. അപ്പോൾ JHSI കോർഡിനേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്ന 4 മദ്രസയിലുള്ളവർ ഒന്നിച്ച് കൂടിയിട്ട് ഒരു കമ്മിറ്റി എടുക്കുന്ന കമ്മിറ്റിയാണ് ഇതിൻ്റെ ഫുള്ള് കാര്യങ്ങളും ഡീൽ ചെയ്യുക. ബിരിയാണിയുടെ കാര്യമായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുക.
എവിടെയാണ് നമ്മൾ ബിരിയാണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുജീബ് എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മൾക്ക് ബിരിയാണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ബിരിയാണി വാങ്ങിച്ചിട്ട് പരിപാടി കഴിഞ്ഞ് 2-3 മണിയായ ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് നമ്മൾക്ക് ഇതിനു വേണ്ടി വെള്ളത്തിനുള്ളൊരു ടാങ്കായിരുന്നു. പിന്നെ 40 അറൗണ്ട് 40ൻ്റെ അടുത്ത് നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ടൈമിൽ 40 ചെമ്പ് കയറ്റി, അതുപോലെ തന്നെ രണ്ടാമത്തെ ടൈമിൽ 40 ചെമ്പ് കയറ്റി അറൗണ്ട് 80 ചെമ്പിൻ്റെ അടുത്ത് നമ്മൾ ബിരിയാണി വെക്കലുണ്ട്. ഇത് നമ്മൾ റെഡിമെയ്ഡായിട്ട് സെറ്റ് ചെയ്ത അടുപ്പുകളാണ്. ഈ അടുപ്പുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അടുപ്പുകളിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുക. അവിടെ അടുപ്പും കാര്യങ്ങളും സെറ്റ് ചെയ്ത ടൈമിൽ തന്നെ നമ്മുടെ നബിദിനത്തിൻ്റെ ആഘോഷങ്ങൾക്കായിട്ട് പണിത സ്റ്റേജ്, അതിൻ്റെ പണി അലങ്കാര കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബൾബ് തൂക്കലായിക്കോട്ടെ, വയറിങ് ആയിക്കോട്ടെ, അവിടുത്തെ ലൈറ്റിംഗ് പരിപാടികൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ഇതിന് വേണ്ടി മെയിനായിട്ട് നമ്മളൊരു ഗേറ്റ് ഉണ്ടാക്കലുണ്ട്. ആ ഗേറ്റിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അലങ്കാരങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. 12-ന് വേണ്ടിയിട്ട് അലങ്കാരങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ പരിപാടി അതേ ടൈമിൽ തന്നെ നമ്മുടെ മറ്റേ സെക്ഷനിൽ ആളുകൾ രാവിലെ 12-ൻ്റെ അന്ന് രാവിലെ 11-ാം ദിവസം റബീഉൽ 11-ന് ആളുകൾ വേണ്ട അന്ന് രാത്രിയിലേക്ക് വേണ്ട ഉള്ളി, തക്കാളി, വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മുളക് കാര്യങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കലും, വിറകൊക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് നമ്മളവിടെ ചെമ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ വിറകിട്ടൊക്കെയാണ്. വിറക് വെച്ച് ചെമ്പ് കയറ്റിയിട്ടുണ്ട്. അറൗണ്ട് 40 ചെമ്പിൻ്റെ അടുത്ത് നമ്മൾ ഒരേ ടൈമിൽ കയറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ JHSയുടെ ജോയിൻറ്റ് സെക്രട്ടറി തോന്നുന്നു. ഇത് കറിവേപ്പിലതിന് വേണ്ട കറിവേപ്പിലും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് അവിടേക്ക് വേണ്ട ഇറച്ചി. നമുക്ക് ഈ ഫുഡ് ഉണ്ടാക്കാനുള്ള ഇറച്ചിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അരിഞ്ഞാൻ വേണ്ടിയിട്ട് നമ്മൾ കൊച്ചിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇറച്ചിയാണ്. ചെക്കന്മാർ, ചെറിയ കുട്ടികൾ വരെ നമ്മുടെ ഇതിൽ ഭാഗവാക്കാകുന്നുണ്ട്. നബിദിനത്തോടനുബന്ധിച്ചിട്ട് കുട്ടികൾ വരെ എല്ലാ പരിപാടി, കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിട്ട് എല്ലാവരും നല്ല രീതിയിൽ ഭാഗവാക്കാകുന്നുണ്ട്. മറ്റേ ടൈമിൽ കണ്ടില്ലേ, മറ്റേ സൈഡിൽ സെക്ഷനിലാണെങ്കിൽ സ്റ്റേജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. റബീലാൻ്റെ പരിപാടികൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട് ഇല്യാസ്, ചെക്കന്മാരെല്ലാവരും ഉണ്ട്. രീതിയിലേക്ക് നല്ല രീതിയിൽ ചെക്കന്മാരെല്ലാവരും കൂടിയിട്ട് കാര്യങ്ങൾ ഒരാൾ ഭേദമന്യേ ഇന്നാൾ ചെയ്യും എന്നുള്ള രീതിയിലല്ലാതെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഒരേ ഒത്തൊരുമയോട് കൂടിയിട്ടാണ് പരിപാടി നടക്കുക. ഏതാണ്ട് പുതുതായിട്ട് ചെയ്തിരിക്കുന്ന പരിപാടി നീ കാണുന്നത് ഇളനീര് വെച്ചിട്ട് വരെ നമ്മുടെ ഇവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ തന്നെയാണ് നമ്മൾ ട്രെയിനിങ് ഒരു സെക്ഷൻ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ബാക്കി വീഡിയോസ് നമ്മൾ കണ്ടിട്ട് വരാം.
നമ്മളുടെ രാത്രിയത്തെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള RKG ഒക്കെ എല്ലാം നമ്മൾ കട്ടിയുള്ള RKG നമ്മൾ ചൂട് വെച്ചിട്ട് അത് ലൈറ്റാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് ചൂടാക്കി സെറ്റാക്കി എടുക്കുകയാണ്. അതാ ഇറച്ചി നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഇറച്ചിയും നെയ്യും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണ്. ഇറച്ചി വെട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇരുന്ന് എല്ലാം വെട്ടി സെറ്റാക്കി. അത് ആടിനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മട്ടനാണ്, പുറത്ത് ബീഫും ഉണ്ടായിരുന്നു. നമ്മുടെ ഗേറ്റ് രാത്രി 12-ൻ്റെ രാത്രിയായി ഗേറ്റ് കാണുന്നുണ്ട്. ഗേറ്റ് അത്ര ഭംഗിയായി സെറ്റ് ചെയ്തിട്ടേക്കാണ്. ഇതൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് സ്റ്റേജും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. വേണ്ടി മുഹമ്മദ് അമീർ ഇർഫാനി സ്ഥാപനങ്ങളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. بسم الله الرحمن الرحيم آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم ارفعوا أصواتكم فوق صوت النبي ഈ വീഡിയോ എടുക്കുന്നതിനിടയിൽ നമുക്ക് വേറെ യൂട്യൂബറെ കൂടി നമുക്ക് കാണാൻ പറ്റി. പുള്ളി ഉണ്ടായിരുന്നു അവിടെ വീഡിയോ എടുക്കാനായിട്ട്. ഇതാണ് നമ്മുടെ കായവും എല്ലാം കൂടി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. തീ കൊടുക്കാറായിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇറച്ചി കൊണ്ടുവന്നിട്ട് ഇറച്ചിയിലേക്ക് ഇത് പിടിക്കാനായിട്ട് കുറച്ച് നേരത്തേക്ക് നമ്മൾ ഇറച്ചി ചെയ്തിട്ട് മൂടി വെക്കലാണ് ചെയ്യുക. ആ ഇറച്ചിയിലേക്ക് നമ്മുടെ ഗ്രേവി കംപ്ലീറ്റ് പിടിച്ച് ഒന്ന് ഉഷാറായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കാണുന്ന കംപ്ലീറ്റ് നമ്മൾ ബിരിയാണി വെക്കാനായിട്ട് ചെമ്പ് കയറ്റി വെക്കുകയാണ്. ഇന്നത്തെ 12-ൻ്റെ ദിവസം ആരും ഭക്ഷണം കഴിക്കാത്തതായിട്ടുണ്ടാവില്ല. ലക്ഷദ്വീപിൻ്റെ കണ്ടീഷനിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. എല്ലാം കൂടി സെറ്റ് ചെയ്യാനായിട്ട് ഇട്ട് വെച്ചേക്കണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇട്ട് ഇറച്ചിയും ഇട്ട് സെറ്റ് ചെയ്തിട്ട് വെച്ചേക്കാണ്. നമ്മൾ മട്ടൺ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. ഇറച്ചി കഴുകണ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം.
നമ്മളുണ്ടാക്കിയ ബിരിയാണി വീടുകളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് സെറ്റാക്കിയ ബിരിയാണി കാട്ടുകളിലിട്ട് വണ്ടിയിൽ നിറച്ച് വീടുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കലാണ് പതിവ്. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇത്രയും വരെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇങ്ങനെയാണ് നമ്മുടെ റബീഉൽ അവ്വലിൻ്റെ പരിപാടികൾ ലക്ഷദ്വീപിൽ നടക്കുന്നത്. അറൗണ്ട് 100 ടണ്ണിൻ്റെ അടുത്ത് ഇറച്ചിക്കുള്ള ഭക്ഷണം നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.